ഒരു വോളിൻ്റെ ക്രോസ് സെക്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു വോള് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ബേസിക് വോൾ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു വോള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 3D വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വോള്. അപ്പോൾ ഈ ഒരു വോളിൻ്റെ ക്രോസ് സെക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് വോളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പാനലിൽ ക്രോസ് സെക്ഷൻ വേർട്ടിക്കലായിട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ലാൻഡഡും ടേപ്പേർഡും ആക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലാൻഡഡ് ആക്കി കഴിഞ്ഞാൽ ഈ വോളിനെ തന്നെ സ്ലാൻഡഡ് ആക്കാനായിട്ട് പറ്റും. ഒരു ആംഗിൾ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ 30° എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേർട്ടിക്കലായിട്ട് 30° ഇങ്ങോട്ട് സ്ലാൻഡഡ് ആയിട്ട് മാറി ഈ വോള്. ഇങ്ങനെ വോള് സ്ലാൻഡഡ് ആക്കാനല്ലാതെ ടേപ്പേർഡ് ആക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വോളിൻ്റെ ക്രോസ് സെക്ഷൻ ഡെഫിനിഷൻ ടേപ്പേർഡ് ആക്കി കൊടുക്കണം. ടേപ്പേർഡ് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വോളിൻ്റെ എഡിറ്റ് ടൈപ്പിൽ പോയി സ്ട്രക്ചർ എഡിറ്റിൽ തന്നെ വാരിയബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഈ ക്രോസ് സെക്ഷൻ വാരിയബിൾ ആക്കിയതിന് ശേഷം വോളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്ലാൻഡഡ് മാറ്റി ടേപ്പേർഡ് ആക്കി കൊടുക്കാം. ടേപ്പേർഡ് ആക്കി കഴിഞ്ഞാൽ ആംഗിൾ കൊടുക്കുന്നതിന് വേണ്ടി എനേബിൾ ആംഗിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര കൊടുക്കണം എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ സൈഡിലേക്ക് 10° സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്ത് ടേപ്പേർഡ് ചെയ്തിട്ട് വോള് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇൻറ്റീരിയർ ആംഗിൾ 30° കൊടുക്കുകയാണെങ്കിൽ 30° ഇൻറ്റീരിയർ സൈഡിലേക്ക് ടേപ്പർ ചെയ്തെടുത്തു. ഇതേപോലെ വോൾസിൻ്റെ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും.